നമസ്കാരം. കണ്ടോ കേട്ടോ കാര്യങ്ങളിലേക്ക് എല്ലാവരും ഞാൻ സ്നേഹത്തോടു കൂടി സ്വാഗതം പറയണേ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണോ? കഴിഞ്ഞ ദിവസത്തെ നമ്മളുടെ വീഡിയോസൊക്കെ കണ്ടില്ലേ? എല്ലാ വീഡിയോയും കണ്ട് നിങ്ങൾ അതിലെ കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കണു. നമ്മൾ ഈ ഊർജത്തിൻ്റെ പ്രഭാവം എന്ന് പറയുന്ന കാര്യങ്ങൾ പറഞ്ഞ് ഏറെക്കുറെ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി ചാക്രിക നിയമത്തെ പറ്റിയിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത് അല്ലേ? അപ്പോൾ ഈ ചാക്രിക നിയമത്തിലേക്ക് തുടങ്ങുമ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പ്രകാരം ലോകത്തിലുള്ള എല്ലാം ചാക്രിക നിയമത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. 24 മണിക്കൂറിലൊരിക്കൽ രാവും പകലും സൃഷ്ടിച്ചുകൊണ്ട് ഭൂമി തൻ്റെ അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഋതുക്കളെ സൃഷ്ടിച്ചുകൊണ്ട് 365 ദിവസത്തിലൊരിക്കൽ അത് സൂര്യന് ചുറ്റും സഞ്ചരിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ? വിത്തുകൾ മുളച്ചു പൊങ്ങിയിട്ട് ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. പിന്നെ അവയെല്ലാം അങ്ങ് ഉണങ്ങി വരണ്ട് വറ്റി നശിച്ചും പോകുന്നുണ്ട്. അത് തന്നെ മനുഷ്യരുടെയും മറ്റെല്ലാ ജീവജാലങ്ങളുടെയും അവസ്ഥയും ജീവിത രീതിയും ഇത് തന്നെയാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ചക്രങ്ങളുണ്ട്. പക്ഷേ ഭൂമിയിൽ നിന്നും മറ്റു ജീവജാലങ്ങളിൽ നിന്നും വിഭിന്നമായി നമുക്ക് വലിയ ഒരളവ് വരെ സ്വന്തം ജീവിതഗതിയെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വിധിക്ക് അനുസൃതമായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നതുമാണ്. സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയും എന്നതിനാൽ തന്നെ മറ്റെല്ലാ ജീവജാലങ്ങളിൽ നിന്നും നാം വളരെ വ്യത്യസ്തരായിട്ടുള്ള ആളുകളാണ് അല്ലെ മനുഷ്യരെന്ന് പറയുന്നത്. എന്നാൽ സ്വന്തം വിധിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിന് പകരം വിധിക്ക് വഴങ്ങി കൊടുക്കുകയാണ് നമ്മളിൽ ഏറെ പേര് ചെയ്യുന്നത്. സ്വന്തം വിധിയുടെ നിയന്താക്കളാകുവാനുള്ള ശക്തി നമ്മളിലെല്ലാവരിലും ഉണ്ട് എന്ന് നമുക്കറിയാം. അതിൻ്റെ ഒരു ഭാഗമാണ് ചാക്രിക നിയമം എന്തെന്ന് മനസ്സിലാക്കി തരല്. ഇതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് വളരെ നന്നായിരിക്കും. ഒഴുക്കിനോട് പൊരുതുന്നതിന് പകരം നമുക്ക് അതിനോടനുസരിച്ച് അതിനോടൊപ്പം നീന്തുവാൻ സാധിക്കുന്നതാണ് അല്ലേ? മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഒരു ജീവിത ചക്രമുണ്ട്. നമ്മുടെ ജീവിതം 7 വർഷങ്ങൾ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ 7 വർഷങ്ങൾ ഉൾക്കൊള്ളുന്ന ഖണ്ഡങ്ങളായിട്ടാണ് ഇങ്ങനെ മുറിച്ചു വെച്ചിരിക്കുന്നത്, വിഭജിച്ചിരിക്കുന്നത്. ഓരോ വർഷവും 7 ഖണ്ഡങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഓരോ ഖണ്ഡത്തിലും ഏകദേശം 52 ദിവസങ്ങൾ ഉൾപ്പെടും. ഒന്നാം ഖണ്ഡം ആരംഭിക്കുന്നത് ഓരോരുത്തരുടെയും ജന്മദിനത്തിലാണ്. ഇത് വളരെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു നോട്ട്ബുക്കിൽ കുറിച്ച് വെക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഡൗട്ട് അങ്ങനെ ക്ലിയർ ആയിട്ട് പോകാൻ പറ്റും. ഒന്നാം ഖണ്ഡം ആരംഭിക്കുന്നത് ഓരോരുത്തരുടെയും ജന്മദിനത്തിലാണ് തുടങ്ങുക കേട്ടോ. ഓരോ ഖണ്ഡത്തിനും അതിൻ്റെതായ സ്വഭാവ സവിശേഷതകളുണ്ട്. ഓരോന്നും അതിൻ്റെതായ സാധ്യതകളും അവസരങ്ങളും പ്രശ്നങ്ങളും നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ വ്യക്തിജീവിത ചക്രത്തിലെ 7 ഖണ്ഡങ്ങളുടെ പ്രത്യേകതകളാണ് നമ്മളിനി പറയാൻ പോകുന്നത്. സ്വന്തം ജീവിത ചക്രം നിർണ്ണയിക്കുന്നത് എങ്ങനെയെന്ന് ആദ്യം പറയാം. അത് പറഞ്ഞിട്ട് മതി ബാക്കി കാര്യങ്ങളിലേക്ക് പോലെ. ഒരു കലണ്ടർ എടുക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ ഒരു കലണ്ടർ എടുത്ത് വയ്ക്കുക. ഒരു പെന്നും പേപ്പറൊക്കെ എടുത്ത് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് ചെയ്താൽ വളരെ നന്നായിരിക്കും. ഒരു കലണ്ടർ എടുത്തിട്ട് ജന്മദിനം തൊട്ട് 52 ദിവസം എണ്ണി മാറ്റി അടയാളപ്പെടുത്തുക. ഉദാഹരണത്തിന് ഒക്ടോബർ 15 ജനിച്ച ഒരാളുടെ ജീവിതചക്രത്തിലെ ആദ്യ ഖണ്ഡം അവസാനിക്കുക അതേ വർഷം ഡിസംബർ 6 ഈ 2 തീയതികൾക്ക് ചുറ്റും ഓരോ വൃത്തം നമ്മളിങ്ങനെ മാർക്ക് ചെയ്യണം. ഇതുപോലെ തന്നെ വർഷത്തിലെ, അതായത് ഒരു ജന്മദിനം തൊട്ട് അടുത്ത ജന്മദിനം വരെയുള്ള കാലം, അതാണ് ഒരു വർഷത്തിലെന്ന് ഉദ്ദേശിക്കുന്നത്. ബാക്കി ദിവസങ്ങൾക്കും നമ്മൾ ഇതുപോലെ ചെയ്തു പോകണം. ഇപ്രകാരമുള്ള ഒരു ചാർട്ടിൽ നിന്ന് നിങ്ങളുടെ ജീവിതചക്രത്തിലെ 7 ഖണ്ഡതയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് അറിയാൻ സാധിക്കും. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചാലത്തെ കാര്യമാണ് പറയണേ. 7 ഖണ്ഡത്തിലെ ഓരോന്നിൻ്റെയും സവിശേഷതകൾ കൂടി നമ്മൾക്ക് പറയേണ്ടതുണ്ട്.
അപ്പോൾ ജീവിതചക്രത്തിലെ ഒന്നാം ഖണ്ഡത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അവസരങ്ങളുടെ കാലമാണ്. നിങ്ങളെ സഹായിക്കാനുള്ള അധികാരശേഷിയും സ്വാധീന ശക്തിയുമുള്ള ആളുകളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുവാൻ ഈ കാലം ഉപയോഗിക്കേണ്ടതാണ്. സൗജന്യങ്ങൾ ആവശ്യപ്പെടുകയോ ജോലി തേടുകയോ കടം ചോദിക്കുകയോ അല്ലെങ്കിൽ കൂട്ടു സംരംഭങ്ങളിൽ ഏർപ്പെടുകയോ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മുതലൊക്കെ ഇറക്കിയിട്ട് നമ്മൾ കൂട്ടുകൃഷി നടത്തില്ലേ, കൂട്ടു ബിസിനസ് ഒക്കെ നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പിലൊക്കെ നിങ്ങൾക്ക് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ ഈ ഘട്ടത്തിൽ സാധിക്കുന്നതാണ്. നിങ്ങളുടെ സൽപ്പേര് വർദ്ധിപ്പിക്കാനും ഈ കാലം വിനിയോഗിക്കാം. വളരെയധികം നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് തള്ളിക്കയറാനുള്ള ഒരു കാലം കൂടിയാണ് ഈ ഒന്നാം ഘട്ടം. ഇനി രണ്ടാം ഘട്ടത്തിൽ എന്താ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ആദ്യത്തതിൽ നിന്ന് തികച്ചും വിഭിന്നമാണ്. രണ്ടാം ഘട്ടം ചെറിയ ചെറിയ യാത്രകളൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ്. പിന്നെ യാത്രകൾ ചെയ്യാൻ, പിന്നെ അത്യാവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കുള്ള യാത്രയാണെന്നുണ്ടെങ്കിലും, ഇനി ചുമ്മാ നമുക്കൊരു സോളോ ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിലും ഒക്കെ അതിനൊക്കെ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ നമ്മൾ വ്യാപാര കാര്യങ്ങളിൽ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താനോ അല്ലെങ്കിൽ പുതിയൊരു ഉദ്യോഗം ഏറ്റെടുക്കാനോ ഒന്നും ഈ സമയത്ത് നിങ്ങൾ തയ്യാറാവണ്ട. അതൊക്കെ പണിയിട്ടും. പിന്നെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള കരാറുകളുടെയും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു സമയമായിട്ടല്ല കാണിക്കുന്നത്. അതുപോലെ കടം വാങ്ങാനും കൊടുക്കാനും പുതിയ കെട്ടിടങ്ങൾ പണി തുടങ്ങുക, കാര്യമായ ലാഭം പ്രതീക്ഷിച്ചിട്ട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയല്ലേ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ നമുക്ക് കാശിങ്ങനെ ഇരട്ടിച്ച് കിട്ടും എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നമുക്ക് നഷ്ടമായിരിക്കും ഉണ്ടാവുക. അങ്ങനെയൊക്കെയുള്ള ഒരു സമയമാണ് രണ്ടാം ഘട്ടത്തിൽ കാണിക്കുന്നത്. മൂന്നാം ഘട്ടത്തിൻ്റെ കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ തീരുമാനങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി എടുക്കേണ്ട ഒരു സമയമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. വലുതും അതിപ്രധാനവുമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുവാൻ നിങ്ങൾക്ക് ഈ കാലത്ത് നിങ്ങളിലേക്ക് വലുതായ രീതിയിലുള്ളൊരു ഊർജ്ജപ്രവാഹം തന്നെ നടന്നുകൊണ്ടിരിക്കും. വലിയ വലിയ കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരിക. ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ആരോഗ്യം മെച്ചപ്പെടുത്താനും വ്യാപാര പുരോഗതിക്കും ഈ ഊർജ്ജം നിങ്ങൾക്ക് ഉപകാരമായിട്ടാണ് വരിക. പക്ഷെ വിവേകപൂർവ്വം നീങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. വിജയസാധ്യത തീരെ ഇല്ലാത്തതും പൂർത്തീകരണത്തിന് അമിത കാലതാമസം വേണ്ടി വരുന്നതിനുമായിട്ട് നിങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയേക്കാവുന്ന രീതിയിൽ പല പദ്ധതികളും കണ്ട് കേട്ട് നിങ്ങൾ പ്രലോഭിതരായേക്കാം. അയ്യോ ഞാനിപ്പോൾ ശരിയായി കിട്ടും, ഇതിൽ കൊണ്ടുപോയി ചെയ്യാം, അല്ലെങ്കിൽ അത് തുടങ്ങാം, ഇത് തുടങ്ങാം എന്നൊക്കെ പറയണതോ നിങ്ങളുടെ അടുത്തിലേക്ക് വന്നിട്ടോ നിങ്ങൾക്ക് വളരെ നിങ്ങൾ പ്രതീക്ഷയോട് കൂടി ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ പണി കിട്ടും. അതേസമയം പോയ കാലത്തെ പുരോഗതിക്ക് തടസ്സം നിന്ന കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അതിനൊക്കെ നീക്കം ചെയ്യാൻ ഇത് ഒന്നാം തരം ഒരു സമയമായിട്ടാണ് പറയുന്നത്. മുമ്പ് തുടങ്ങി നിർത്തിവെച്ചിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. വ്യാപാര കാര്യങ്ങളിൽ നിങ്ങളോട് മത്സരിക്കുന്നവരെയും പഴയ കാലത്ത് നിങ്ങളുടെ വഴി മുടക്കി നിന്ന നിങ്ങളെ കുറച്ച് മാനസിക സമ്മർദ്ദങ്ങൾ തന്നിട്ട് പ്രശ്നങ്ങളിലേക്ക് ഉന്തിത്തള്ളിവിട്ട ആൾക്കാരെ ഒക്കെ നേരിടാനുള്ള ഒരു വളരെ നല്ല സമയമായിട്ടും ഇതിനെ കാണാം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ സ്ത്രീകളോട് ഇടപഴകാൻ വളരെ നല്ലൊരു സമയം അല്ല ഇത്. സ്ത്രീകൾക്കും സ്ത്രീകളോട് ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കണം, പുരുഷന്മാർക്ക് പിന്നെ നോക്കുക വേണ്ട. അതേസമയം പുരുഷന്മാരോട് സഹായവും സൗജന്യവും ആവശ്യപ്പെടാൻ സ്ത്രീകൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള സമയമാണിത്. പുരുഷന്മാരോട് സഹായവും പിന്നെ എന്തെങ്കിലും ആവശ്യങ്ങളും ഒക്കെ ആവശ്യപ്പെടാൻ പറ്റൂ കേട്ടോ. തർക്കങ്ങൾ കഴിവതും ഒഴിവാക്കുക. ഒറ്റയടിക്ക് വിൽക്കാൻ പറ്റിയ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെ വിറ്റഴിക്കാൻ ഇതുപോലെ ശുഭകരമായിട്ടുള്ള മറ്റൊരു സമയമില്ല എന്നുള്ളതും മൂന്നാം ഘട്ടത്തിൽ കാണിക്കുന്നുണ്ട്. ഇനി നാലാം ഘട്ടത്തിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിന്
ആത്മീയമായിട്ടുള്ള ഒരു പ്രത്യേക തരം ഊർജം പ്രഭാവം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പുസ്തകങ്ങൾ എഴുതാനും പിന്നെ അതുപോലെ എഴുത്ത് സംബന്ധമായിട്ട് നാടകങ്ങൾ എഴുതാനും അതിനൊക്കെ സ്ക്രിപ്റ്റിംഗ് ചെയ്യാം. നിങ്ങളുടെ ഭാവനയും ബുദ്ധിശക്തിക്കും ചിന്തകൾ വ്യക്തമായി ആവിഷ്കരിക്കാനുമായിട്ടുള്ള കഴിവും ആവശ്യമായ എന്തിനും ഈ സമയത്ത് നിങ്ങൾക്ക് വളരെ അത്യുത്തമമായിട്ടാണ് കാണിക്കുന്നത്. മാത്രമല്ല ശുഭാപ്തി വിശ്വാസം നൽകുന്ന ഒരു കാലമായിട്ടും കൂടിയാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾ അസ്വസ്ഥനായിരിക്കും, അങ്ങനെ ഒരു സാധ്യത പറയുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഭാവനാ ഊർജം വളരെയധികം ഇങ്ങനെ കൂടുതലായിട്ട് കാണുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിങ്ങനെ ആശയക്കുഴപ്പത്തിലാവാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. എഴുത്തുകാർ, പത്രപ്രവർത്തകർ, അതുപോലെ പ്രസാധകർ, സാഹിത്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുമായി ഇടപഴകാൻ ഇത് നല്ലൊരു സമയമായിരിക്കും കേട്ടോ. എന്നാൽ നിയമസ്വഭാവമുള്ള കാര്യങ്ങൾ, രേഖകൾ വളരെ ശ്രദ്ധാപൂർവം പഠിച്ചിട്ടേ മനസ്സിലാക്കിയിട്ടേ അവയിൽ നിങ്ങൾ ഒപ്പുവെക്കുവാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പണി കിട്ടും. ചതിയിൽപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണ്. കൊള്ള, നിയമകാര്യങ്ങളിൽ പറ്റുന്ന പിഴവുകൾ എന്നിവയിലൂടെ ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കാൻ ഇടയുള്ളൊരു കാലമായിട്ടും ഇങ്ങനെ ഈ 4-ാം ഖണ്ഡത്തിനെ കാണാൻ പറ്റും. എന്നാൽ വിജ്ഞാന സമ്പാദനത്തിനു പറ്റുന്ന ഒരു കാലമാണ് കേട്ടോ അത്. പിന്നെ അതുകൂടാതെ തന്നെ വിവാഹത്തിനോ വീട്ടുവേലക്കാരെ നിയമിക്കുന്നതിനോ അല്ലെങ്കിൽ വീടുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, പുരയിടം എന്നിവയൊക്കെ പുതുതായിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങൾക്ക് മേടിക്കാൻ, സ്വന്തമാക്കുന്നതിനോ ഒക്കെ ആയിട്ട് വളരെ അനുകൂലമായിട്ടുള്ളൊരു കാലമായിട്ട് 4-ാം ഖണ്ഡത്തിനെ പറയുന്നുണ്ട്. 5-ാം ഖണ്ഡത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. എങ്ങനെയുണ്ട് നമ്മളുടെ ചാക്രിക നിയമം? ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് അറിയിക്കുക. ഇതൊന്ന് ചെയ്ത് നോക്കി നോക്കുക, ഇത് നടക്കില്ലെന്നെങ്കിലും അറിയാലോ. ഓക്കെ, പിന്നെ അപ്പോൾ ഇത്രയും നേരം എന്നെ കണ്ടും കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷവും സ്നേഹവും അറിയിക്കണു. വീണ്ടും കാണാം. താങ്ക് യു.